Welcome to Maths Classroom. മാത്സ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ശ്രേണികൾ അഥവാ സീക്വൻസസിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയെക്കുറിച്ച് പഠിക്കാം. അരിത്മെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികൾ. നമ്മൾ നേരത്തെ പഠിച്ചതിൽ സീക്വൻസസ് അഥവാ ശ്രേണികളിൽ ചില ശ്രേണികൾക്ക് ഒരു പ്രത്യേക രൂപമുണ്ട്. അതായത് 3, 6, 9 എക്സെട്ര ഇങ്ങനെ പറയുന്ന ഒരു ശ്രേണി. ഇത് 3യോട് 3 ആഡ് ചെയ്തപ്പോൾ 6 കിട്ടി, 6നോട് വീണ്ടും 3 ആഡ് ചെയ്തപ്പോൾ 9 കിട്ടി. അതായത് 6ൽ നിന്നും 3 മൈനസ് ചെയ്തപ്പോൾ 3, 9ൽ നിന്നും 3 മൈനസ് ചെയ്തപ്പോൾ 6. ഇങ്ങനെ ഈ ക്രമം പാലിക്കുന്ന സീക്വൻസസിനെയാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുക. അതായത് ഒരു നമ്പറിനോട് ഫസ്റ്റ് നമ്പറിനോട് ഒരു നിശ്ചിത നമ്പർ ആഡ് ചെയ്ത് സെക്കൻഡ് നമ്പറിനോട് അതേ നമ്പർ ആഡ് ചെയ്ത് തേർഡ് നമ്പറും ഇങ്ങനെ പോകുന്ന സീക്വൻസസിനെയാണ് നമ്മൾ സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസസ് എന്ന് പറയുക. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താലും തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്താലും സെയിം നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ഈ സെയിം നമ്പറിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയും. അപ്പോൾ കോമൺ ഡിഫറൻസ് വരുന്ന എല്ലാ സീക്വൻസസും അരിത്മെറ്റിക് സീക്വൻസസ് ആണ്. അഥവാ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. ഇപ്പോൾ 1, 4, 7, 1, 4, 7 എക്സെട്ര ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇവിടെ 4ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 3 കിട്ടും, 7ൽ നിന്ന് 4 മൈനസ് ചെയ്താലും 3 കിട്ടും. 2, 4, 6 എക്സെട്ര ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇവിടെ 4ൽ നിന്ന് 2 മൈനസ് ചെയ്താലും 6ൽ നിന്ന് 4 മൈനസ് ചെയ്താലും സെയിം നമ്പറാണ് കിട്ടുന്നത്. ഇവിടെ കോമൺ ഡിഫറൻസ് 2 ആണ്. ഇങ്ങനെ രണ്ട് അടുത്തടുത്ത നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് സെയിം നമ്പറായിട്ട് വരുന്ന ഇത്തരം സീക്വൻസസിനെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുക. ഇത് നമുക്കറിയാം സീക്വൻസസിൽ എപ്പോഴും ഇത് ഓരോന്നും ഇത് ഒന്നാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ, മൂന്നാമത്തെ പൊസിഷൻ ഇങ്ങനെ പറയും. ഇതിൻ്റെ നമ്പേഴ്സിനെ ഓരോന്നിനെയും ടേംസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എന്നിങ്ങനെയാണ് പറയുക. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ടേം നമുക്ക് x1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അതിനെ f എന്ന് വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് ടേമിനെ x2 അഥവാ എഫിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാണ്. x3 എന്ന് പറഞ്ഞാൽ ഈ x2വിനോട് വീണ്ടും ഡി ആഡ് ചെയ്യുന്നതാണ്. അതായത് x2വിനോട് ഡി ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ f+d കൂടി ഡി ആഡ് ചെയ്താൽ അത് f+2d ആവും. ഇങ്ങനെ പോകുന്ന സീക്വൻസസ് ആണ്. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അത് f+d, f+2d എക്സെട്ര ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലെ f, സെക്കൻഡ് പൊസിഷനിലെ f+d അഥവാ സെക്കൻഡ് ടൈം f+d, തേർഡ് ടൈം f+2d എക്സെട്ര ഇങ്ങനെ ഓരോ ടേമിലും ഇപ്പോൾ x1 = f ആണ്, x2 = f+d ആണ്, x3 = f+2d ആണ്. എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോകുന്ന നമ്പർ f+, ഇത് ഫസ്റ്റ് പൊസിഷനിലെ d ഇല്ല, സെക്കൻഡ് പൊസിഷനിലെ d1d ആണ്, തേർഡ് പൊസിഷനിലെ f+2d ആണ് എക്സെട്ര. അങ്ങനെയാണെങ്കിൽ f+n-1 × d ആയിരിക്കും ഇതിൻ്റെ അവസാനത്തെ ടേമായിട്ട് വരിക. പിന്നെ അരിത്മെറ്റിക് സീക്വൻസിലെ കുറേ പ്രത്യേകതകളോട് നമ്മൾ അറിഞ്ഞിരുന്നാൽ പ്രോബ്ലം ചെയ്യാൻ ഉപകാരപ്രദമായിരിക്കും. ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് 6 ആണ്. ഈ 6 3ഉം 9ഉം ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 6 ആയിരിക്കും കിട്ടുക. 3ഉം 9ഉം ആഡ് ചെയ്താൽ 12 കിട്ടും, 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. ഇനി 1, 4, 7ലും അതുപോലെയാണോ നോക്കാം. 1ഉം 7ഉം ആഡ് ചെയ്താൽ 8 കിട്ടും, 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. അതുപോലെ 2, 4, 6ൽ
2ഉം 6ഉം ആഡ് ചെയ്താൽ 8 കിട്ടും. 8ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. ഇനി നമുക്ക് ഈ പദങ്ങളുടെ ഈ ടേംസ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. 6ൽ നിന്ന് കോമൺ ഡിഫറൻസ് ആയ 3 മൈനസ് ചെയ്താൽ തൊട്ട് മുന്നിലുള്ള നമ്പരും ആ മിഡിൽ വന്ന നമ്പറിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ അടുത്ത നമ്പരുമാണ് കിട്ടുക. അപ്പോൾ മുന്നിലോട്ടുള്ള നമ്പർ കണ്ടുപിടിക്കുന്നതിന് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താണ് പോവുക. പിന്നിലോട്ടുള്ള നമ്പർ കണ്ടുപിടിക്കുന്നതിന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് 3, 6, 9 ഇങ്ങനെ പോയാൽ അടുത്ത നമ്പർ 9നോട് 3 ആഡ് ചെയ്യണം. അപ്പോൾ 9നോട് 3 ആഡ് ചെയ്താൽ 12 കിട്ടും. അങ്ങനെ അപ്പോൾ ഇതിലെല്ലാത്തിലും ഈ നിയമങ്ങൾ പാലിച്ചാണ് വരുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൻ ബിലോ ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഗീവ് റീസൺ ഫോർ ദ അരിത്മെറ്റിക് സീക്വൻസസ്. റൈറ്റ് ദ കോമൺ ഡിഫറൻസ് ആൾസോ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. അടുത്തത് സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസം എഴുതുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റ സംഖ്യയുടെ ശ്രേണി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇരട്ട സംഖ്യയുടെ ശ്രേണി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റ സംഖ്യയുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി. നാലാമത്തെ ക്വസ്റ്റ്യൻ 2ന്റെ കൃതികളുടെ ശ്രേണി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ ശ്രേണി. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 3, 5, 7 എക്സെട്ര. ഇത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇത് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം ആണ്. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാലും, തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറച്ചാലും, ഫോർത്ത് ടൈമിൽ നിന്ന് തേർഡ് ടൈം കുറച്ചാലും ഒരു കോമൺ ആയിട്ടൊരു നമ്പർ തന്നെ കിട്ടും. ഈ നമ്പറിനെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയും. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമുണ്ട്. പൊതുവ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രത്യേക രീതിയിൽ എഴുതാൻ കഴിയുന്ന ഒരു സീക്വൻസ് ആണ്. ഇതിന് കോമൺ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഇതിനെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയും. ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് നമുക്കറിയാം. ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2, 4, 6, 8 എക്സെട്ര. ഇവിടെയും നമുക്കിതിൻ്റെ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാൽ, അതായത് രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാലും, മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചാലും, നാലാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറച്ചാലും ഒരു സ്ഥിരസംഖ്യ തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എല്ലായിടത്തും കോമൺ ആണെന്നർത്ഥം. അപ്പോൾ ഈ ഡിഫറൻസ് കോമൺ ആയതുകൊണ്ട് അതിനെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയും. ഇവിടെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 2 ആണ്. അപ്പോൾ ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻ ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. ഒറ്റ സംഖ്യയുടെ പകുതിയായ ഭിന്നസംഖ്യയുടെ ശ്രേണി എന്നാണ്. അപ്പോൾ ഒറ്റ സംഖ്യയുടെ പകുതി അഥവാ ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7 ആണ്. അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 1/2 1/2, അല്ലെങ്കിൽ 1/2, 1/2, 3/2, 5/2,
7/2 എക്സെട്ര ആണ് ഈ സീക്വൻസ്. ഇത് ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ് 1 3 5 7. എന്നിട്ട് ഇത് ഒറ്റ സംഖ്യയുടെ പകുതിയായിട്ടുള്ള സംഖ്യകളുടെ ശ്രേണിയാണ്, അതായത് ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സാണിത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടു നോക്കാം. കോമൺ ഡിഫറൻസ് കണ്ടു നോക്കാൻ നമുക്കിവിടെ എല്ലായിടത്തും ഡിനോമിനേറ്റർ 2 ആണ്, അഥവാ ഛേദം 2 ആണ്. അതുകൊണ്ട് നമുക്ക് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 3/2 മൈനസ് 1/2 കാണാം. 3/2 മൈനസ് 1/2 രണ്ടിടത്തും ഡിനോമിനേറ്റർ അഥവാ ഛേദം 2 ആയതുകൊണ്ട് 2 ഡിനോമിനേറ്റർ ആയിട്ട് വരും, 3 മൈനസ് 1 ന്യൂമറേറ്റർ ആയിട്ട് വരും. അതായത് ഛേദം തുല്യമാണെങ്കിൽ ഛേദം അതുപോലെ എഴുതി അംശങ്ങൾ കുറയ്ക്കാനാണെങ്കിൽ കുറച്ചെഴുതുക, കൂട്ടാനാണെങ്കിൽ കൂട്ടി എഴുതുക. അപ്പോൾ 3 മൈനസ് 1/2 ആകുമ്പോൾ 2/2 = 1 എന്ന് കിട്ടും. ഇനി ഇത് ഒന്ന് മാത്രം കണ്ടുപിടിച്ചാൽ അത് ഈ ഡിഫറൻസ് മാത്രമേ ആയുള്ളൂ. നമുക്കിതിൻ്റെ ഇനി തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറച്ച് ഡിഫറൻസ് കൂടി കണ്ടുപിടിച്ച് നോക്കാം. D = 5/2 മൈനസ് 3/2. 5/2 മൈനസ് 3/2 എല്ലായിടത്തും 2 ആണ് ഡിനോമിനേറ്റർ, 2 അതുപോലെ എഴുതുക. 5 മൈനസ് 3 = 2/2 = 1 എന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. വേണമെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കാം. D = 7/2 മൈനസ് 5/2 = 7 മൈനസ് 5 = 2/2 = 1 എന്ന് കിട്ടി. അപ്പോൾ ഇത് എല്ലായിടത്തും കിട്ടിയത് ഒരേ ഡിഫറൻസ് ആയതുകൊണ്ട് അതിന് നമ്മൾ കോമൺ ഡിഫറൻസ് എന്നാണ് പറയുക. അപ്പോൾ ഇതും ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 ആണ്. സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. പവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2ൻ്റെ പവറാണ്, അതായത് 2ൻ്റെ കൃതികൾ വരുന്നതാണ്. 2/1, 2/2, 2/3, 2/4 ഇതാണ് 2ൻ്റെ പവേഴ്സ്. 2/1, 2/2, 2/3, 2/4 എക്സെട്ര. ഇത് നമ്മൾ നമ്പേഴ്സായിട്ട് എഴുതിയാൽ 2, 4, 8, 16 ഇങ്ങനെയാണ് കിട്ടുക. ഇവിടെ നമുക്ക് 4ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 2 എന്നും, 8ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 4 എന്നും, 16ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 8 എന്നുമാണ് കിട്ടുക. ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 8 ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയല്ല, അല്ലെങ്കിൽ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. കാരണം ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ അല്ല. അതുകൊണ്ട് ഇറ്റ് ഹാസ് നോ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണിയല്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ ശ്രേണിയാണ്. നമുക്കറിയാം എണ്ണൽ സംഖ്യകൾ 1 2 3 4 എന്ന് പറയുന്ന നമ്പേഴ്സാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽസ് 1/1 ദാറ്റ് ഈസ് 1, 1/2, 1/3, 1/4, 1/5 ഇങ്ങനെ പോകും. ഇതാണ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 ഇങ്ങനെ പോകുന്നതാണ്. റെസിപ്രോക്കൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യുൽക്രമം ഡിനോമിനേറ്റർ ന്യൂമറേറ്ററായിട്ടും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററായിട്ടും വരുന്ന രൂപത്തിനെയാണ് റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1, 1/2, 1/3, 1/4, 1/5 ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിച്ച് നോക്കാം. 1/2 മൈനസ് 1. ഇവിടെ 1 ഇത് ഒരു ഫ്രാക്ഷനാണ് അഥവാ ഒരു ഭിന്നസംഖ്യയാണ്. ഇത് 1 ആണ്. അപ്പോൾ നമ്മളിവിടെയും ഇത് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം. 1/1 എന്ന് എഴുതാം. ഇവിടെ ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് ഇവിടെയും ഡിനോമിനേറ്റർ 2 ആക്കാം. അപ്പോൾ 1/2 മൈനസ് 2/2 ദാറ്റ് ഈസ് ഇവിടെ രണ്ടിടത്തും 2 ആണ്. അതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്റർ 2 എന്നിട്ട് ന്യൂമറേറ്റർ ഇവിടെ 1 മൈനസ് 2 രണ്ടിടത്തും 2 ആയതുകൊണ്ട് ഇവിടുത്തെ ന്യൂമറേറ്റേഴ്സ് മൈനസ് ചെയ്തു. 1 മൈനസ് 2 = മൈനസ് 1/2 എന്ന് കിട്ടി. ഇനി അടുത്ത കോമൺ ഡിഫറൻസ്
കോമൺ ഡിഫറൻസ് അല്ല, ഡിഫറൻസ് 1/3 മൈനസ് 1/2 ആണ്. അതായത് ഇവിടുത്തെ വ്യത്യാസം മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കുക. 1/3 മൈനസ് 1/2. ഇവിടെ ഇത് 3യും ഇത് 2 ആണ്. അപ്പോൾ ഇതിന് കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിനെ 3 × 2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാം. 2 മൈനസ് 2 × 1 2 മൈനസ് 3 × 1 3. ദാറ്റ് ഈസ് 2 മൈനസ് 3 ഈക്വൽ ടു മൈനസ് 1/3 × 2 6. അടുത്ത വ്യത്യാസം അഥവാ ഡിഫറൻസ് 1/4 മൈനസ് 1/3. 1/4 മൈനസ് 1/3യിലും 4ഉം 3യും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. നമുക്കിതിനെ 4 × 3 ഡിനോമിനേറ്ററായിട്ട് എഴുതാം. ദാറ്റ് ഈസ് 3 × 1 3 മൈനസ് 4 × 1 4. ദാറ്റ് ഈസ് മൈനസ് 1/4 × 3 12. അപ്പോൾ ഇവിടെ മൈനസ് 1/2 ആണ്, ഇവിടെ മൈനസ് 1/6 ആണ്, ഇവിടെ മൈനസ് 1/12 ആണ്. അപ്പോൾ ഇത് കോമൺ ഡിഫറൻസ് ഇല്ല, ഇതിന് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഇത് കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ ഇതിന് പൊതുവ്യത്യാസം ഇല്ല, അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണി അല്ല. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.